ഹലോ ടെക് ടിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ ഒരു ടെക് ടിപ്സിൻ്റെ ചാനലിൽ ഒത്തിരി ജോബിൻ്റെ വാക്കൻസീസ് ആണ് നമ്മൾ പരിചയപ്പെടുത്താറുള്ളത്. നിങ്ങൾ ഗ്രാജുവേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പഠിപ്പ് കഴിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ, നിങ്ങളൊരു ഫുൾ ടൈം ജോബ് നോക്കുന്നവരാണെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. നമ്മൾ ഒത്തിരി ജോബ്സ് പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടടുത്തൊരു ചെറിയ ബെല്ലൈക്കൺ കൂടെ കാണാം. അത് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുമ്പോൾ ഞാനിതുപോലെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ഉച്ചയ്ക്ക് 12 മണിക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ വീഡിയോയിൽ ഇൻഫോ പാക്കിൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു 3-4 വാക്കൻസീസിനെ കുറിച്ചിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. IT ജോബ് മാത്രമല്ല, അതല്ലാതെ തന്നെ മാർക്കറ്റിംഗ് ജോബ്സും അതുപോലെ തന്നെ കണ്ടന്റ് റൈറ്റിംഗ് ജോബ്സും അങ്ങനത്തെ പല ടൈപ്പ് ഓഫ് ഡിഗ്രി ഉള്ളവർക്ക് പല ടൈപ്പ് ഓഫ് ജോബ്സാണ് ഇത്തവണ ലിസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനെങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് വീഡിയോൻ്റെ ഉള്ളിൽ തന്നെ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നിങ്ങൾ റെസ്യൂം അപ്ലോഡ് ചെയ്തിട്ട് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയാറുണ്ട്. അപ്പോൾ ഒട്ടും സമയം കളയണ്ട, നമുക്ക് ഇന്നത്തെ ആ ഒരു ജോബ് ഓപ്പണിങ്സ് ഏതാണെന്നുള്ളത് കാണാം. ആദ്യത്തെ പോസ്റ്റ് വന്നിരിക്കുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്പർ ട്രെയിനി പോസ്റ്റാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ASP.NET അതുപോലെ തന്നെ അതുപോലെ തന്നെ MSQL അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ പറയാൻ പോകുന്ന എല്ലാ വേക്കൻസീസും ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്ന വേക്കൻസീസ് ആണ് കേട്ടോ. കാരണം മിക്ക ആൾക്കാരും ഫ്രഷേഴ്സാണ്, ഇപ്പോൾ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫ്രഷേഴ്സ് ജോബ് മാത്രം ഫോക്കസ് ചെയ്യുന്നത് ഇൻഫോ പാക്കിൻ്റെ ഈ ഒരു വേക്കൻസീസിൽ. അപ്പോൾ ഇതിൻ്റെ അകത്ത് റിക്വയർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ലോജിക്കൽ ആൻഡ് അനലിറ്റിക്കൽ ഇൻ അപ്രോച്ച്, ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അങ്ങനെയൊക്കെ നോർമൽ ആയിട്ടുള്ള സ്കിൽസ് മാത്രമേ വേണ്ടൂ. പിന്നെ ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിഗ്രി പഠിച്ചവർക്കും അതുപോലെ തന്നെ BTech, MCA, MTech അതൊക്കെ കഴിഞ്ഞവർക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സിനും ഒരുപോലെ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങളുടെ ഫോട്ടോ അതുപോലെ തന്നെ ബാക്കി എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയിട്ടുള്ള നിങ്ങളുടെ റെസ്യൂം നല്ലൊരു കവർ ലെറ്ററോട് കൂടി ഈ കാണുന്ന മെയിൽ ID-യിലോട്ട് ജസ്റ്റ് സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ അകത്ത് സബ്ജക്റ്റ് ലൈൻ വെക്കുമ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ട്രെയിനി എന്ന് വെക്കാനായിട്ട് മറക്കരുത്. അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് വെച്ചാൽ മതി. അങ്ങനെ CV സെൻഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത പോസ്റ്റ് വന്നിരിക്കുന്നത് കണ്ടന്റ് റൈറ്റർ കം സോഷ്യൽ മീഡിയ എക്സിക്യൂട്ടീവിൻ്റെ പോസ്റ്റാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വേണ്ട റെസ്പോൺസിബിലിറ്റീസ് അവിടെ കൊടുത്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാൻ, അതുപോലെ തന്നെ കണ്ടൻറ്റ്, ക്രിയേറ്റീവ് ഐഡിയാസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുക. പിന്നെ ഇതിൻ്റെ അകത്ത് സോഷ്യൽ മീഡിയ സ്ട്രാറ്റജീസ് ക്ലയൻസിന് വേണ്ടിയിട്ടുള്ളത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വേണ്ടത് കേട്ടോ. ഇതിൻ്റെ അകത്ത് വേണ്ട എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഗ്രാജുവേഷനോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിരിക്കുന്ന ഏതൊരാൾക്കും അപ്ലൈ ചെയ്യാം. ഇന്ന സ്ട്രീം വേണമെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് പ്രിഫർ ചെയ്യുന്ന ആ ഒരു ഗ്രാജുവേഷൻ എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ ലിറ്ററേച്ചർ, മീഡിയ, ജേർണലിസം, മാർക്കറ്റിംഗ് അതിനോടൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റ് ഉള്ളവർക്കായിരിക്കും മുൻഗണന എന്ന് മാത്രം. ഇതിൻ്റെ അകത്ത് എക്സ്പീരിയൻസ് വേണ്ട ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ സ്കിൽസ് എന്ന് പറയുന്നത് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അതുപോലെ തന്നെ ക്രിയേറ്റീവ് ആയിട്ടുള്ള അനലിറ്റിക്കൽ സ്കില്ലുമാണ് ഈ ഒരു പോസ്റ്റിന് വേണ്ടത്. ഇതിൻ്റെ അകത്തും അപ്ലൈ ചെയ്യാനായിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്ന മെയിൽ ID-യിലോട്ട് നിങ്ങളുടെ CV സെൻഡ് ചെയ്ത് കൊടുക്കുക. സബ്ജക്റ്റ് ലൈൻ വെക്കേണ്ടത് കണ്ടന്റ് റൈറ്റർ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് വെച്ചാൽ മതി കേട്ടോ. ഇനി മൂന്നാമത്തെ വന്നിട്ട് അപ്രൻറ്റിസ്, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ അപ്രൻറ്റിസിൻ്റെ വാക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഡ്യൂറേഷൻ 1 ഇയർ ആണ്. നാഷണൽ അപ്രൻറ്റിസ് ട്രെയിനിങ് സ്കീമിൻ്റെ അണ്ടറിൽ വരുന്ന പോസ്റ്റാണ്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഇൻഫോ പാർക്ക് കൊച്ചിനാണ്. ഈ ഒരു പോസ്റ്റ് വരെ ഇട്ടിരിക്കുന്നതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഏത് ഗ്രാജുവേഷൻ ഉള്ളവർക്കും അതല്ലെങ്കിൽ അതിനോടായിട്ട് ഇക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യാനായിട്ട് കൂടുതൽ ആപ്റ്റായിട്ടുള്ളവർ ഗ്രാജുവേഷൻ 2022, 23, 24 പാസ് ഔട്ട് ചെയ്തിട്ടുള്ള ഫ്രഷേഴ്സിനെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. എക്സലൻറ്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ SEO, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോൺസെപ്റ്റിൽ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു നോളേജ് ഉണ്ടായിരിക്കണം എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇതിന് ആപ്റ്റായിട്ടുള്ള കാൻഡിഡേറ്റ്സിന് മെയിൽ അയക്കാവുന്നതാണ്. CV നിങ്ങൾ സബ്ജക്റ്റ് ലൈൻ വെക്കുമ്പോൾ അതായത് പോസ്റ്റിൻ്റെ പേര് വെച്ചിട്ട് അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് വേണം നിങ്ങൾ സെൻഡ് ചെയ്യാനായിട്ട്. സോ ഈ കാണുന്ന മെയിൽ ID-യിലോട്ട് നിങ്ങളുടെ CV സെൻഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയുമാണ് ഇൻഫോ പാർക്ക് ബേസ്ഡ് ആയിട്ടുള്ള ജോബ്സ്. ഇൻഫോ പാർക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ കൊരട്ടിയും പെടും, അതുപോലെ തന്നെ ചേർത്തലയും കൊച്ചിയും ഏത് പ്ലേസിൽ വേണമെങ്കിലും ആവാട്ടോ. ഇനി അടുത്ത വേക്കൻസി പറയാനായിട്ട് പോകുന്നത് ട്രിവാൻഡ്രത്ത് വന്നിരിക്കുന്ന വേക്കൻസിയാണ്.
ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് വന്നിരിക്കുന്നത് 31-ാം തീയതിയാണ്. ഈ ഒരു ജോബ് വന്നിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫ്രഷർ ജോബാണ്. അപ്ലൈ ചെയ്യാനുള്ള മെയിൽ ID ആണ് അവിടെ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത്. അതിലോട്ട് നിങ്ങളുടെ CV സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ഇനി ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മാർക്കറ്റിങ്ങിലോ കമ്മ്യൂണിക്കേഷനിലോ അതല്ലെങ്കിൽ അതിനോടനുബന്ധമായിട്ടുള്ള ഏതെങ്കിലും ഫീൽഡിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞ ആൾക്കാരായിരിക്കണം. പിന്നെ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിൽ സർട്ടിഫിക്കേഷൻ ഉള്ളവർക്കായിരിക്കും. അതൊരു പ്ലസ് പോയിൻ്റ് ആണ്. അതുള്ളവർക്ക് കുറച്ചും കൂടെ മുൻഗണനയുണ്ടെന്ന് മാത്രം. ഇനി ഇതിന് വേണ്ട സ്കില്ലെന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂൾസിനെ കുറിച്ചിട്ട് ഫെമിലിയർ ആയിരിക്കണം. അതുപോലെ തന്നെ റിട്ടൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ അങ്ങനത്തെ സാധാരണ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അതിന് അപ്ലൈ ചെയ്യാനായിട്ടുള്ള മെയിൽ ID നിങ്ങളുടെ CV അതുപോലെ തന്നെ സബ്ജക്റ്റ് ലൈനിൽ ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് വന്ന് വെച്ചിട്ട് വേണം സെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ജോബ് അന്വേഷിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ മറ്റുള്ള വാക്കൻസീസ് വരുമ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൽ വീഡിയോസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു ജോബിൻ്റെ വാക്കൻസിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.